പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതലെന്നും ഉന്നയിക്കും തന്നെ. ആമീൻ. ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ യാക്കോബായ സഭയിൽ അകപ്പറമ്പ് ഇടവകയിലെ ഇട്ടു ആലുക്കൽ കോർ എപ്പിസ്കോപ്പ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. പിന്നെ പറയുന്നുണ്ട്, അത് പരിശുദ്ധനായ പൗലോസ്ലീഹ എഫേസർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1:4 പറയുന്നത്. 1:4 അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. 1-ാം അധ്യായം 4-ാം വാക്യം. ഇതിൻ്റെ അർത്ഥം എന്താണെന്നാണ് തെറ്റിദ്ധരിച്ച് ചിലർ ഇത് തെറ്റായ വ്യാഖ്യാനങ്ങൾ കൊടുത്ത് ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. ഞങ്ങളുടെ പല പള്ളികളിൽ പോയി പ്രസംഗിക്കുകയും ചെയ്യാണ്. കേൾക്കുമ്പോൾ അത് ശരിയാണ്. എത്ര സുവിശേഷമുണ്ട്? സുവിശേഷം ഒന്നേ ഉള്ളൂ, എൻ്റെ അറിവ് അങ്ങനെ. പൗരസ്ത്യ സുവിശേഷം, പാശ്ചാത്യ സുവിശേഷം, കൃപയുടെ സുവിശേഷം, തേജസ്സിൻ്റെ സുവിശേഷം, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം, സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇത് കൃപയുടെ സുവിശേഷം എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ അതിൻ്റെ ഒരു സഭയുണ്ടാക്കി അതിൻ്റെ തലവനായിട്ട് സ്ഥിതിയാണ്. തേജസ്സിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ അതുണ്ടാക്കി അതിൻ്റെ തലവനായിട്ട് സ്ഥിതിയാണ്. പൗരസ്ത്യ സുവിശേഷം അങ്ങനെയാണ്, പാശ്ചാത്യ സുവിശേഷം ഇങ്ങനെയാണ്. കർത്താവിന് ദൈവരാജ്യം വന്നു കഴിഞ്ഞു. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം എന്ന് ഈ പറയണതൊക്കെ ദൈവരാജ്യത്തുണ്ട്, ക്രിസ്തുവാണ്. സഭയുമുണ്ട്, ദൈവരാജ്യം ഇല്ലെന്ന് ഞാൻ പറയുന്നത്. യോഹന്നാൻ മോദാന പറഞ്ഞു, ഇതാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, ആദ്യം സമീപിച്ചു എന്ന് പറഞ്ഞെങ്കിലും പിന്നെ കർത്താവ് ദൈവരാജ്യം വന്നു കഴിഞ്ഞു. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ കർത്താവാണ്, യേശു ക്രിസ്തുവാണ് ദൈവരാജ്യം. അവൻ്റെ ഭരണമാണ്, അവൻ രാജാവായിട്ടുള്ള ഭരണമാണ് ദൈവരാജ്യത്തിലെ ഭരണം. പക്ഷെ അവൻ രാജാവാണ് എപ്പോഴും നമ്മൾ അവൻ അംഗീകരിക്കുന്നു. അതുകൊണ്ട് കർത്താവിന് പറഞ്ഞു, ലോകം മുഴുവൻ സാത്താൻ്റെ ആധിപത്യത്തിലായി. അത് യേശുവിൻ്റെ കുറ്റമല്ല, നമ്മുടെ കുറ്റമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന, ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മെ തിരഞ്ഞെടുത്തു കഴിഞ്ഞ് ഇനി വേറെ ഒന്നും ചെയ്യണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇനി കുരിശ് തൂക്കണ്ട. ജന്മത്താൽ വിടുതൽ തന്ന നന്ദനനെ കൃപ ചെയ്യാം എന്ന് പറയുന്നുണ്ട്, നമ്മൾ പാടുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. അവൻ്റെ ജന്മം മൂലം വിടുതൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ വിടുതൽ പൂർണ്ണമാണെങ്കിൽ ക്രൂശിലാകുന്ന തന്നെ നടക്കണം. അത് വേണ്ടെങ്കിൽ പിന്നെ ക്രൂശിൽ മരിക്കേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ പറഞ്ഞ ഇതിനൊക്കെ ഇവിടെ ആധാരം ഇരിക്കുന്നത്, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവന് തിരഞ്ഞെടുത്ത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ആലോചിക്കണം. അത് മോശ ഒരു വാചകം എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ ചിന്തിച്ചാലത് മനസ്സിലാവും. ഉൽപ്പത്തി 1:26 വായിക്കുമ്പോൾ, നാം നമ്മുടെ സാദൃശ്യത്തിൽ നമ്മുടെ രൂപത്തിൽ പ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് ദൈവം പറഞ്ഞു. ചിന്തിക്കേണ്ട ഈ വേദസൂക്തങ്ങളിൽ നിന്നും മനുഷ്യ സൃഷ്ടിക്ക് മുമ്പ് ദൈവത്തിൻ്റെ ഒരു കോൺഫറൻസ് സ്വർഗീയപുരിയിൽ കൂടി എന്ന് നാം മനസ്സിലാക്കണം. വേദവസ്തുതയിലില്ല. നാം നമ്മുടെ രൂപത്തിൽ, നമ്മുടെ ഇമേജിലും നമ്മുടെ ലൈക്ക്നെസ്സിലും മനുഷ്യനെ സൃഷ്ടിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും കൂടി സ്വർഗത്തിൽ ഒരു സുന്നോദോസ് കൂടി. ആദ്യത്തെ സുന്നോദോസ് അതാണ്. യെരുശലേം സുന്നോദോസ് പിന്നെയാണ്. അത് രണ്ടാമത്തെ സുന്നോദോസ് കണക്കാക്കിയാൽ മതി. അപ്പോൾ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് സുന്നോദോസ് കൂടിയേ? അവിടെ ചർച്ചയിൽ മനുഷ്യൻ്റെ സൃഷ്ടി, അവൻ്റെ വീഴ്ച, പിന്നെ അവനിൽ നിന്നുള്ള വീണ്ടെടുപ്പ്, ഈ 3 അജണ്ടയുണ്ടായി. 1 മനുഷ്യൻ്റെ സൃഷ്ടി, 2 അവൻ്റെ വീഴ്ച, 3 അവനെങ്ങനെ വീണ്ടെടുക്കണം. ഈ ഉപദേശം വരേണ്ടുന്ന ദൈവത്തിന് ആദ്യം അറിയാൻ പാടില്ലായിരുന്നില്ലേ? പാപം ചെയ്യുന്ന അറിയായിരുന്നേ. എന്നിട്ടും തിരഞ്ഞെടുത്തിട്ടുള്ളൂ. അതിൻ്റെ പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ 3 പേരും ആലോചിച്ചിട്ട് പറഞ്ഞു, മനുഷ്യനെ സൃഷ്ടിച്ചാൽ അവൻ പാപം ചെയ്യും ഉറക്കണം.
മാലാഖമാരെ സൃഷ്ടിച്ചിട്ട് പോലെ അവർ പാപം ചെയ്തു. പിന്നെയാണോ ഈ മനുഷ്യൻ? അപ്പം എന്തു ചെയ്യും? അപ്പോൾ പുത്രൻ സ്വയം ഏറ്റെടുക്കാണ്. ഞാൻ മനുഷ്യാവതാരം എടുത്ത് ജഡം ധരിച്ച് അവർക്ക് വേണ്ടി മരിച്ചോളാം, ഞാൻ അവരെ വീണ്ടെടുത്തോളാം, എന്നാലും നമുക്ക് മനുഷ്യരെ സൃഷ്ടിക്കണം. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അതാണ് ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തു. നമ്മെ എല്ലാവരെയും തിരഞ്ഞെടുത്തു, ലോകം മുഴുവൻ തിരഞ്ഞെടുത്തു. അവിടെ ഒരു മതവും ഇല്ല, ഒന്നുമില്ല. ക്രിസ്ത്യനും ഇല്ല, മുസ്ലിമും ഇല്ല, യഹൂദനും ഇല്ല, ഹൈന്ദവനും ഇല്ല, ഒരു മതവുമില്ല. എല്ലാവരും ഒന്നല്ലേ. തിരഞ്ഞെടുത്തോണ്ട് കാര്യമില്ല. MP മാരെ MLA മാരെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിയുക്ത MP എന്ന് വേണമെങ്കിൽ പറയാനുള്ളൂ. സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ മാത്രമേ നിയമസഭ അംഗമാവുള്ളൂ. അത് മന്ത്രി ആയാലും MLA ആയാലും MP ആരായാലും. സത്യപ്രതിജ്ഞ ചെയ്യുന്നത് മാമോദീസയിൽ കൂടിയാണ്. അപ്പോഴേ യേശുവിനോട് ചെയ്യുള്ളൂ. അതിനു മുമ്പ് തിരഞ്ഞെടുത്തു, പിന്നൊട്ടും പേടിക്കേണ്ട, എല്ലാവരെയും ദൈവം സ്നേഹിക്കണം, എല്ലാവർക്കും രക്ഷയുണ്ട്, ആരെങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല. അപ്പം ആ സുന്നകദോസിലെ തീരുമാനമാണ് വചനം ജഡം ധരിക്കണമെന്നുള്ളത്. അപ്പോൾ പരിശുദ്ധാത്മാവ്, പുത്രൻ, പിതാവ് എന്ന ഈ തൃത്വത്തിലെ വ്യക്തികൾ അതിൽ സംബന്ധിച്ച് എന്നും അവരുടെ ഒരു സംയുക്ത തീരുമാനമാണ് പരിശുദ്ധാത്മാവ് മോശ വഴി ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മോശ വഴി നമുക്കത് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. നമ്മളത് വ്യാഖ്യാനിക്കണം. പരിശുദ്ധാത്മാവ് അതിന് സഹായിക്കും. അങ്ങനെ പിതാക്കന്മാർ വ്യാഖ്യാനിച്ചപ്പോഴാണ് ദൈവപുത്രൻ അവിടെ വെച്ച് അവരെ വീണ്ടെടുക്കാനുള്ള ഭാരം സ്വയം ഏൽക്കുന്നത്. ഈ ഭാരത്തെക്കുറിച്ചാണ്, ഈ ഭരമേൽപ്പിക്കിനെ കുറിച്ചാണ് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ മുന്നറിയിക്കപ്പെട്ടവരാണെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്. അത് പത്രോസ് പറയുന്നുണ്ട് കേട്ടോ. 1 പത്രോസ് 1:18 മുതൽ 21 വരെ വായിക്കുമ്പോൾ വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ ദൈവപുത്രൻ്റെ കുർബാനയാകുന്ന രക്തബലിയെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ താൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അതിനായി മുന്നറിയപ്പെട്ടു എന്ന് വ്യക്തമാക്കുന്നു. ആയതിനാൽ യേശുക്രിസ്തു യുഗാരംഭത്തിലെ കുർബാനയായി അല്ലെങ്കിൽ യാഗവസ്തുവായി നിയമിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് സാരം. അപ്പം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവ് യാഗവസ്തുവായി നിയമിക്കപ്പെട്ട് കഴിഞ്ഞു. കാരണം പാപം ചെയ്യുന്നുള്ള ഉറപ്പല്ലേ. അതുകൊണ്ടല്ലേ നീ പഴം തിന്നോ തിന്നായിരിക്കും തിന്നാൽ നീ കഴിയും. അത്രയൊക്കെ പറഞ്ഞിട്ട് അവൻ പഴം പറിച്ചിരുന്നു, പാപം ചെയ്തു. അപ്പോൾ ഇത് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കരുത്. പൗരസ്ത്യ സുവിശേഷം, പാശ്ചാത്യ സുവിശേഷം, കൃപയുടെ സുവിശേഷം, തേജസ്സിൻ്റെ സുവിശേഷം ഒന്നുമില്ലാത്ത ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമാണ്. പക്ഷേ പൗരസ്ത്യ ദൈവശാസ്ത്രം വേറെ ആയിരിക്കും, പൗരസ്ത്യ ആരാധനാ രീതികൾ വേറെ ആയിരിക്കും, പൗരസ്ത്യ ലിറ്റർജി വേറെ ആയിരിക്കും, പൗരസ്ത്യ വ്യാഖ്യാനങ്ങൾ വേറെ ആയിരിക്കും. പക്ഷേ സുവിശേഷം ഒന്നേ ഉള്ളൂ. അതൊക്കെ യേശുവിൻ്റെ സുവിശേഷം, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം, ഒരു സുവിശേഷമുള്ളൂ. അപ്പോൾ ആ തെറ്റിദ്ധാരണ വരുത്തി പ്രശ്നങ്ങളുണ്ടാക്കരുത്. അവൻ നമ്മുടെ പാപത്തെ ചുമന്ന് ക്രൂശിന്മേൽ കയറി. അവൻ പരിശുദ്ധനാണ്, ഒരു സംശയമില്ലല്ലോ. അതായത് ലോകാരംഭത്തിന് മുമ്പ് തന്നെ അവനെ ഈ പ്രതിജ്ഞ എടുത്തപ്പോൾ, ഈ തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ, അന്ന് മുതൽ ജനിച്ച ആളുകളും കർത്താവിന് ക്രൂശ് മരണം നടക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളും ക്രൂശ് മരണത്തിന് ശേഷം ഇനി ജനിക്കാനിരിക്കുന്ന ആളുകളും അവരെല്ലാവരുടെയും പാപപരിഹാരത്തിന് വേണ്ടിയിട്ടാണ് കർത്താവ് ജനിച്ചതും ക്രൂശിൽ തൂങ്ങിയതും ഇവിടെ ജീവിച്ചതും എല്ലാം. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ പറയുന്നത്, മനുഷ്യൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്, ദൈവത്തിൻ്റെ ആട്ടിൻകുട്ടി. യോഹന്നാൻ 1:29 പറയുന്നുണ്ട്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല ചതിക്കും,
അവൻ പാപം ചെയ്തിട്ടില്ല, അവനിൽ പാപം ആവഹിക്കപ്പെടുകയാണ് ചെയ്തത്. അവൻ പരിശുദ്ധനാണ്. ആ പാപഭാരവും പേരിക്കൊണ്ടാണ് അവൻ ക്രൂശിൽ തൂങ്ങി നമ്മെ മരിച്ചു. നമുക്ക് വേണ്ടി മരിച്ച് നമ്മെ ദത്തെടുത്തത്. ദത്തുപുത്രന്മാരാ. നമ്മൾ പുത്രന്മാരായിരുന്നു ആദമിൻ്റെ കാലത്ത്. ആദമ ഹവ്വായി ദൈവത്തിൻ്റെ മകനും മകളുമായിരുന്നു. പക്ഷെ പാപം ചെയ്ത് തെറ്റിപ്പോയി. ആ പാപത്തിൻ്റെ ചായവ്, ആ പാപം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി പിന്നെ വന്ന എല്ലാ തലമുറകൾക്കുണ്ട്. അതുകൊണ്ട് കൊച്ചുകുട്ടികൾ മാമോദിസ വയ്ക്കാൻ പറ്റൂ. എൻ്റെ പൗരസ്ത്യ സുവിശേഷത്തിൽ ആദാമ്യ പാപം ഇല്ലാത്തൊന്നും പഠിപ്പിക്കരുത്. അത് പാശ്ചാത്യ സുവിശേഷത്തിലുള്ളതാണ്. വലിയ മണ്ടത്തരങ്ങൾ പറയണം. ആദാമ്യ പാപം എല്ലാവരിലും ഉണ്ട്. അത് കഴുകിക്കളയണം. മാമോദീസയിൽ അച്ഛൻ പറയുന്നതാണ് ഇവന് പാപപരിഹാരം കൊടുക്കണം. 40 ദിവസം പ്രായമായ കുട്ടി എന്ത് പാപം ചെയ്യാനാണ്? അതിൻ്റെ പാപപരിഹാരം കൊടുക്കണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത്. അത് മാമോദീസ പുസ്തകം എടുത്ത് വായിച്ചാൽ മനസ്സിലാകും. ആ ശുശ്രൂഷ വായിക്കുമ്പോഴേ അതൊന്നും വായിക്കാതെയും കാണാതെയും ഈ പള്ളികളിൽ ചെന്ന് പൗരസ്ത്യ സുവിശേഷം പാശ്ചാത്യ സുവിശേഷമുണ്ട്. ആദാമ്യ പാപത്തെ പറ്റിയൊന്നും മിണ്ടണമില്ല. കർത്താവിൻ്റെ ജന്മം കൊണ്ട് തന്നെ പാപപരിഹാരം നടന്നു. ക്രൂശിൽ മരിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു എന്നും മരിച്ചത് മാത്രം എന്നുള്ള അർത്ഥത്തിലൊക്കെ പറയണത്. ഒക്കെ തെറ്റിദ്ധാരണകൾ വരുത്താണ്. കാരണം ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തൊന്ന് ജനങ്ങൾ കേൾക്കുമ്പോഴും ശരിയല്ലേ, പിന്നെ എന്തിനാ ഈ മരിക്കാൻ പോയത്? അത് നമ്മെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. തിരഞ്ഞെടുത്താലൊന്നും MLA ആവില്ല, സത്യപ്രതിജ്ഞ നടക്കണം. സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത് അവൻ മാമോദിസ ഏറ്റാലേ ക്രിസ്തുവിനോട് ചേരുകയുള്ളൂ. ഞാൻ നിർത്താണ്. ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചാൽ അവൻ പാപം ചെയ്യുമെന്നും ആ പാപത്തിൻ്റെ പരിഹാരമായി താൻ മനുഷ്യനായിട്ട് തീർന്ന് 3 കൊല്ലക്കാരോട് പ്രവർത്തിച്ച് അവർക്ക് വേണ്ടി അവരെ മാനസാന്തരപ്പെടുത്തി. എല്ലാവരും മാനസാന്തരപ്പെടുത്തുമല്ലോ, ചിലർക്ക് മാനസാന്തരപ്പെട്ടുമല്ലോ. അവർക്ക് വേണ്ടി ഞാൻ പാപപരിഹാര യാഗമായി ബലിയായി തീർന്നുകൊള്ളാം, യാഗവസ്തുവായി തീർന്നുകൊള്ളാം. ബലിയും ബലി വസ്തുവൊക്കെ അവൻ തന്നെയായി തീർന്നുകൊള്ളാം എന്നാണ് ധരിക്കേണ്ടത്. അതുകൊണ്ട് ജനിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യേണ്ട, തിരഞ്ഞെടുത്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. സത്യവിശ്വാസത്തിൽ മാമോദിസ മുങ്ങണം. സത്യവിശ്വാസത്തിൽ മാമോദിസ മുങ്ങി കുട്ടികളാണെങ്കിൽ അവരെ പഠിപ്പിക്കണം. വലിയ ആളാണെങ്കിൽ അവരെ സത്യവിശ്വാസം പഠിപ്പിച്ചിട്ട് മാമോദിസ നോക്കണം. അപ്പോഴേ ക്രിസ്തുവിനോട് ചേരുകയുള്ളൂ. ഇതാണ് അതിൻ്റെ അർത്ഥം. ഈ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.